വളരെ നല്ല രീതിയിൽ സുഖദർശനം വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഭക്തന്മാരെല്ലാം തൃപ്തരാണ്. അവരുടെ മുഖങ്ങളിൽ നിന്നത് വളരെ വ്യക്തമാണ്. അവർ അധിക സമയം ക്യൂ നിൽക്കേണ്ടി വരുന്നില്ല. നിലവിൽ നിൽക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ അവർ വളരെ കംഫർട്ടബിളാണ്. അവർക്ക് പരാതിക്ക് ഇട നൽകാത്ത തരത്തിൽ ദർശനം സാധ്യമാകുന്നുണ്ട്. പ്രധാന കാരണം ഇതിനുവേണ്ടി നമ്മൾ നടത്തിയ മുന്നൊരുക്കങ്ങളാണ്. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന സേവനം വളരെ പ്രധാനമാണ്. പക്ഷെ അതിലും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് മുന്നൊരുക്കങ്ങൾ. നമ്മൾ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് നടത്തിയ ചില മാറ്റങ്ങൾ, ചില ക്രമീകരണങ്ങൾ. 18-ാം പടി വളരെ വേഗത്തിൽ ഇപ്പോൾ കയറുന്നുണ്ട്. ദർശനം വളരെ നല്ല രീതിയിൽ സോപാനത്തിൽ അവർക്ക് നല്ല രീതിയിൽ തൊഴാൻ കഴിയുന്നുണ്ട്. പിന്നെ പൊതുവേ മറ്റെല്ലാ സൗകര്യങ്ങളും ശബരിമലയിൽ ഭക്തർ ആഗ്രഹിക്കുന്ന അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ ക്രമീകരിക്കുന്നതിൽ നമ്മൾ വിജയിച്ചതുകൊണ്ട് ശബരിമലയിൽ വരുന്ന ഭക്തർ വളരെ സന്തോഷത്തോടെയാണ് പോകുന്നത്. വളരെ സുരക്ഷിതമാണ്. അവർ വളരെ സുരക്ഷിതരാണ്. കാരണം പകലും രാത്രിയുമൊക്കെ വളരെ സുരക്ഷിതമായൊരു മാനസികാവസ്ഥയുണ്ട്. പിന്നെ ഈ വിരിപ്പന്തലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം വളരെ വൃത്തിയാണ്. ഇപ്രാവശ്യം വൃത്തിയുടെ കാര്യത്തിലൊക്കെ വളരെ മാതൃകാപരമാണ്. പോലീസിൻ്റെ സമീപനം, പോലീസ് വളരെ സൗഹൃദപരമാണ്. ഫെസിലിറ്റേഷൻ, പോലീസിൻ്റെ സ്വാഭാവിക ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. സ്വാഭാവിക ഡ്യൂട്ടി എന്ന് പറയുന്നത് ലോ ആൻഡ് ഓർഡർ മെയിൻ്റനൻസും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകലും കുറ്റകൃത്യങ്ങൾ തടയലും അവരുടെ വസ്തുവകകൾ മോഷണം പോകാതെ നോക്കുന്നതൊക്കെ നമ്മുടെ പണിയാണ്. പിന്നെ സെക്യൂരിറ്റി പോയിൻ്റ് ഓഫ് വ്യൂവിൽ ശബരിമലയുടെ സുരക്ഷിതത്വം വളരെ പ്രധാനമാണ്. ഇതിലെല്ലാം ഉപരി സംസ്ഥാന പോലീസ് ഭക്തന്മാരെ അവരുടെ ദർശനത്തിന് ഫെസിലിറ്റേറ്റ് ചെയ്യും. അവരെ എങ്ങനെ നല്ലൊരു ദർശനം അവർക്ക് കിട്ടാം. 18-ാം പടി എന്നല്ല, നമ്മുടെ സീ ടേൺ നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ സീ ടേണിൽ നമുക്ക് ഏറ്റവും പ്രധാനം 18-ാം പടി ആയതുകൊണ്ട് 18-ാം പടി കയറ്റമാണ് നമ്മുടെ വേഗത. നമ്മുടെ ശബരിമലയുടെ ഒരു ബോട്ടിലിനൊക്കെ 18-ാം പടി ആയതുകൊണ്ട് അവർ അഡ്വാൻസായിട്ട് വന്നു. അവർ ഇന്നലെ വന്നിട്ട് ഇന്നലെ തന്നെ അവർക്കൊരു 1 മണിക്കൂർ ബ്രീഫിംഗ് കൊടുക്കും. ഈ 18-ാം പടിയിൽ എങ്ങനെ ജോലി ചെയ്യണം, എങ്ങനെ അവർക്ക് ഹേസൽ ഫ്രീ ആയിട്ട് ഭക്തരെ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ്. 18-ാം പടി കയറുമ്പോൾ വേഗത കൂട്ടുകയും വേണം, അതേസമയത്ത് ഭക്തർക്ക് യാതൊരു തരത്തിൽ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവുകയും ചെയ്യരുത്. അപ്പോൾ അതിനുള്ള ഇന്നലെ ഒരു മണിക്കൂർ അവർക്ക് നല്ലതായിട്ട് ബ്രീഫിംഗ് കൊടുത്തു. തീർച്ചയായിട്ടും അവർ നല്ല രീതിയിൽ അടുത്ത ടേൺ നന്നായിട്ട് ചെയ്യും. ഇന്നലെ 80,000 ക്രോസ് ചെയ്തു, 80,000 ക്രോസ് ചെയ്തു ഇന്നലെയും. പക്ഷെ നമ്മളൊന്നും ഫീൽ ചെയ്തില്ല. നമുക്ക് ശബരിമലയിൽ ഏതെങ്കിലും തരത്തിലെ അസൗകര്യമോ പ്രഷറോ ഉണ്ടാകാതെ തന്നെയാണ് 80,000 ക്രോസ് ചെയ്തത്. അപ്പോൾ ഈ 80 എന്നുള്ളത് കുറച്ചുകൂടി ഇപ്പം സ്വാഭാവികമായിട്ടും മഴയൊക്കെ കഴിഞ്ഞു. കേരളത്തിൽ എക്സാമിനേഷൻസൊക്കെ ഇപ്പോൾ വരുന്ന 20th ആകുമ്പോഴത്തേന് എക്സാമിനേഷൻസൊക്കെ കഴിയും. സ്പോട്ട് ബുക്കിംഗ് കുറച്ചും കൂടെ കൂടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കൂടിയാലും അവരെ വളരെ സുരക്ഷിതമായിട്ട് സുഖകരമായിട്ട് ദർശനം നടത്തി പോകാൻ കഴിയുന്ന തരത്തിൽ ഉള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും സന്നിധാനം സജ്ജമാണ്. നമുക്ക് കൂടുതൽ പേര് വരുമെന്നുള്ളൊരു ചിന്തയേ ഇല്ല. നമുക്ക് എത്ര പേര് കൂടുതൽ വന്നാലും അവർക്ക് നന്നായിട്ട് തൊടാൻ കഴിയും. നന്നായിട്ട് ദർശനം നടത്തി സുരക്ഷിതമായിട്ട് ക്യൂ അധിക സമയം നിൽക്കാതെ, അവരുടെ ഒരു മിനിറ്റ് പോലും അവരുടെ അധികം പാഴാകാതെ പെട്ടെന്ന് തന്നെ ദർശനം കഴിയുന്ന തരത്തിൽ സ്പോട്ട് ബുക്കിംഗ് എത്ര കൂടിയാലും നമുക്ക് കഴിയും. അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ഞങ്ങളതിൽ 100% കോൺഫിഡൻ്റാണ്.